ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്നറിയോ? എന്റെ മരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മരണമാണ് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട്, നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കളോ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ആരെങ്കിലുമോ നഷ്ടപ്പെട്ടു പോയാൽ, വാപ്പയോ ഉമ്മയോ ആരെങ്കിലും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ, എന്റെ പിഞ്ചു കുഞ്ഞെന്റെ പിന്നിൽ നിന്ന് വീണിട്ട് മരണപ്പെട്ടു പോയാൽ, എന്റെ കയ്യിൽ നിന്ന് എന്റെ കുഞ്ഞ്, ഞാനുമായി ഏറെ ബന്ധമുള്ള എന്റെ കുഞ്ഞ്, ഞാൻ ഓടിച്ചു പോണ എന്റെ വാഹനത്തിന്റെ പുറകിൽ നിന്ന് താഴെ വീണ തലയോട്ട് പൊട്ടിയിട്ട് എന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് പെടഞ്ഞു മരിക്കുന്നത്, നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് എന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ വേവലാതിപ്പെടുന്നിടത്ത്, ആളുകൾ ഓടിക്കൂടുന്നിടത്ത്, കുടുംബങ്ങളുടെ ദുരന്തങ്ങളിലുള്ള മനുഷ്യരുടെ വേദനകൾ എത്രത്തോളം വലിയ വേദനകളിലാണ് മനുഷ്യരാശി കഴിഞ്ഞു പോകണമെന്നറിയുമോ? അവനവൻ താമസിക്കുന്ന പുരയിടം അവനവന്റെ തലക്ക് മീതെ വീണിട്ടൊരു കുടുംബത്തിലെ ആറാള് ദിവംഗതരായി എന്ന പിറ്റേന്നത്തെ പത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു പോകും, എന്തൊരു ദുരന്തമാണത്. ഇസ്രായേലിന്റെ വൃത്തികെട്ട പട്ടാളക്കാര് അങ്ങ് ഫലസ്തീനിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമ്പോ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വിടാതെ കൊന്നുതള്ളുമ്പോ, അവിടെ നിന്നങ്ങോട്ട് കയറി വന്നിട്ട് ഉമ്മ പെങ്ങന്മാരെ ബലാത്സംഗം ചെയ്യുമ്പോ ലോകത്ത് മുസ്ലിമിന്റെ മനസ്സുവല്ലാതെ പടച്ചുപോണു. എന്തൊരു ക്രൂരതയാണ് ലോകത്ത് മനുഷ്യരാശി അനുഭവിച്ച ക്രൂരത എത്രയാ, ലോകത്ത് മനുഷ്യരാശി കണ്ടുപോയ ദുരന്തങ്ങൾ എത്രയാ. എങ്കിലൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്നറിയുമോ? പൊന്നുപ്പച്ചിയുടെ മരണമല്ല, നിന്റെ ഭാര്യയുടെ മരണമല്ല, പ്രിയ ഭർത്താവിന്റെ മരണമല്ല, പിഞ്ചു കുഞ്ഞിന്റെ മരണമല്ല. ജീവിതത്തിൽ ഇന്നോളം നമ്മൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും വിഷമതകളുമല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോണേ, യുഖാതിബുനാ ഫയഖൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അയ്യുമാ അഹദിൻ മിനന്നാസി ഔ മിനൽ മുഅ്മിനീന ഉസീബ ബിമുസീബത്തിൻ ഫൽയതഅസ്സ ബിമുസീബതിഹി ബിഅനിൽ മുസീബത്തില്ലതി تصيبه بعيري فإن أحدا من أمتي لن يصاب بمصيبة بعدي أشد عليه من മുസീബത്തി. ജനങ്ങളെ, ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി അയാൾക്കൊരു ദുരിതം ബാധിച്ചാൽ എന്നിൽ നിന്നുള്ള ദുരന്തത്തെക്കുറിച്ച് ആലോചിക്കട്ടെ. അങ്ങനെ അവൻ ഏതൊരു ദുരിതത്തിനും സമാധാനം കണ്ടെത്തട്ടെ. എന്റെ സമുദായത്തിൽ എനിക്ക് ശേഷം ആരും തന്നെ എന്നിൽ നിന്നുള്ള ദുരന്തത്തെക്കാളും വലിയ ദുരന്തം അനുഭവിക്കുന്നവരായി ഉണ്ടാകില്ല. ഏതാണ് എന്നിൽ നിന്നുള്ള ദുരന്തമെന്നറിയുമോ? എന്റെ വഫാത്താണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വഫാത്തായതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും വലിയ ദുരന്തം അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു വഫാത്തിന്റെ ദിവസത്തിലാണ് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് സ്വഹാബത്തിന്റെ നേരെ തിരിഞ്ഞുപോയത്. എന്റെ നബി തങ്ങളെങ്ങാനും മരണപ്പെട്ടുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കഴുത്തിന്റെ മുകളിൽ പിന്നെ തലയുണ്ടാവില്ലെന്ന് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഉമർ തങ്ങൾ പ്രഖ്യാപിച്ചു പോയത്. ഇത് ഉൾക്കൊള്ളാനാകാത്തതിന്റെ പേരിലാണ് സിദ്ദീഖ് തങ്ങൾ ആ ലോകത്തേക്ക് കടന്നു വരികയാണ്. സ്വഹാബത്ത് ചോദിച്ചു പോകുന്നു, തങ്ങളെ, സിദ്ദീഖ് തങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയോ തങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു ചെന്നിട്ട് സിദ്ദീഖ് തങ്ങൾ ആ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചിട്ട് വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ്. ഒരിടത്ത് കാണാം, ഇന്നക മയ്യിതൂൻ വ ഇന്നഹും മയ്യിതൂൻ, നബിയെ, അവരും മരിക്കുന്നവരാകുന്നു, താങ്കളും മരിക്കുന്നവരാകുന്നു എന്ന ആയത്തങ്ങ് ഓതി കേൾപ്പിച്ചിട്ട് സ്വഹാബത്തിനെ അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാ. നബിതങ്ങള് വഫാത്തായിട്ടുണ്ടെന്ന് സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാ. ഇത് കേട്ടപാടെ ഉമർ ഇബ്നുൽ ഖത്താബ് ബോധരഹിതനായി പോയ വാർത്ത ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസികൾ പഠിച്ചു പോകുമ്പോഴാണ് ആ ഒരു കാലഘട്ടത്തിൽ സ്വഹാബത്തിന്റെ മാനസികാവസ്ഥയെപ്പറ്റി നമ്മൾ അറിഞ്ഞു പോകുന്നത്. വീണ്ടും സ്വഹാബികൾ പറയാ,
അള്ളാഹുവിന്റെ തിരുദൂതർ ഈ ലോകത്തേക്ക് കടന്നു വരുമ്പോ, അള്ളാഹുവിന്റെ തിരുദൂതർ ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോ, മദീന രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ സർവചരാചരങ്ങളുടെയും അന്തരംഗം പ്രകാശപൂരിതമായി. അള്ളാഹുവിന്റെ ദൂതർ മദീന രാജ്യത്ത് വഫാത്തായപ്പോ സർവചരാചരങ്ങളുടെയും അന്തരംഗം പ്രകാശം കെട്ടുപോയെന്ന് സ്വഹാബത്ത് പറഞ്ഞു പോകുമാറ് ലോകത്ത് അവരെ വേദനിപ്പിച്ചുവെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അവരെ വേദനിപ്പിച്ചുവെങ്കിൽ, അതൊരു റബീഉൽ അവ്വൽ 12-നാണെങ്കിൽ ലോകത്ത് സ്വഹാബത്ത് മുഴുവനും വേദനിച്ചു പോയത് റബീഉൽ അവ്വൽ 12-നാണെങ്കിൽ, ആ റബീഉൽ അവ്വൽ 12-ന്റെ പകലിലെങ്ങനെയാണ് ലോകത്തിന്റെ മുന്നിലൂടെ മനുഷ്യരാശി ഗുലാബി കുടിച്ചിട്ട്, പായസം കുടിച്ചിട്ട്, മിഠായി വിതരണം ചെയ്തിട്ട്, ചീരിണി വിതരണം ചെയ്തിട്ട് ആഘോഷിക്കുന്ന, പുത്തനുടുപ്പെടുത്തിട്ട് ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും ബോധ്യമായിട്ടില്ല.